ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 312-ാമത്തെ ക്ലാസ്. ഉളുഹിയ്യത്ത് സംബന്ധമായ വിവരങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സുനനുത്ത് ഉളുഹിയ്യത്തി, ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ സുന്നത്തുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സുന്നത്ത് അല്ലാ യുസീല മൻ അറാദഹ നഹവ ഷഅരിൻ വ ലുഫ്രിൻ ഫീ ദിൽഹിജ്ജത്തി ഹത്താ യുളഹിയ. ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അവൻ്റെ മുടി, അതേപോലെ നഖം, അതുപോലെയുള്ളത് ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ ഉളുഹിയ്യത്ത് നിർവഹിക്കുന്നത് വരെ ഈ പറയുന്നതൊക്കെ നീക്കാതിരിക്കുക. നഖം വെട്ടാതിരിക്കുക, മുടി രോമങ്ങളൊക്കെ നീക്കാതിരിക്കുക എന്നത് സുന്നത്താണ്. മാസം പിറന്നു കഴിഞ്ഞാൽ ഉളുഹിയ്യത്ത് അറവ് കഴിഞ്ഞു. അറവ് കഴിഞ്ഞാൽ പിന്നെ ആ പറയുന്ന വിഷയം മാറി. പിന്നെ ഈ പറഞ്ഞതൊക്കെ മാറ്റാം, മുടിയും നഖമൊക്കെ വെട്ടാം. അൻ യദ്ബഹ റജുലുൽ ബസീറു അൽ കവിയു, അറുക്കാനൊക്കെ കഴിവുള്ള കാഴ്ചശക്തിയുള്ള ആളാണെങ്കിൽ അവൻ അറുക്കുക. ബിനഫ്സിഹി, അവൻ തന്നെ സ്വയം അറുക്കുക. ഉളുഹിയ്യത്ത് നിർവഹിക്കുന്ന ആൾ കാഴ്ചശക്തിയുള്ള ആളാണ്, അറുക്കാനൊക്കെ കഴിവുള്ള ആളാണ് എങ്കിൽ അയാൾ തന്നെ അറുക്കുക. വയുവക്കില ഗൈറുഹു, ഇവരല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ മറ്റാരെങ്കിലും വക്കാലത്താക്കുക. അപ്പോൾ മറ്റേ ഇവരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ പെണ്ണ്, അതേപോലെ കണ്ണ് കാണാത്ത ആള്, അതേപോലെ ബലഹീനനായ അറുക്കാൻ കഴിവില്ലാത്ത വ്യക്തി, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. മൂന്നാമത്തെ സുന്നത്ത് യഷ്ഹദഹ മൻ വക്കല ബിഹി, അറുക്കാൻ മറ്റൊരാളെ വക്കാലത്താക്കിയ ആളാണെങ്കിൽ ആ ആള് ഉളുഹിയ്യത്ത് കർമ്മത്തിന് സാക്ഷിയാവുക, അവിടെ വരിക, അതിൽ പങ്കെടുക്കുക. അൻ യുളഹിയ ഗൈറുൽ ഇമാമി ഫി ബൈത്തിഹി, സുൽത്താൻ, അധികാരി ഉണ്ടല്ലോ, അവരല്ലാത്ത ആൾക്കാർ, രാജ്യം നാടൊക്കെ ഭരിക്കുന്ന ഭരണാധികാരി, അങ്ങനെയുള്ളവരല്ലാത്തവരപ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ വീട്ടിൽ ഉളുഹിയ്യത്ത് അറുക്കുക. ഒബി മഷ്ഹദി അഹ്ലിഹി, അവൻ്റെ കുടുംബാദികളൊക്കെ കാഴ്ചയിലായിട്ട് അവരൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നിർവഹിക്കുക എന്നതാണ് ഉളുഹിയ്യത്തിൻ്റെ സുന്നത്ത്. അപ്പോൾ ഇമാമാണ് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് സ്ഥലത്ത് അറുക്കുക എന്ന് പറയുന്നത്, അത് ഇമാമിൻ്റെയാണ്. ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. അൻ യഅ്തിയ ബി ആദാബി ദബഹി മിന തസ്മിയത്തി വഗൈരിഹ, അറവിൻ്റെ അദബുകളെല്ലാം നിർവഹിക്കുക. അറവിന് നമ്മൾ നേരത്തെ മര്യാദകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദബുകൾ പറഞ്ഞിട്ടുണ്ട്. മിന തസ്മിയത്തി, ബിസ്മി എല്ലലും, വഗൈരിഹ, അതല്ലാത്ത വേറെ കുറേ കാര്യങ്ങൾ അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറവിൻ്റെ സുന്നത്തുകളൊക്കെ ഇവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ഈ അറവിൽ പാലിക്കുക. അൻ യുക്കബ്ബിറ സിത്ത തക്ബീറാത്തിൻ, 6 തക്ബീർ ചൊല്ലുക. സലാസൻ കബല തസ്മിയത്തി, അറുക്കാൻ വേണ്ടി ഒരു ബിസ്മി ചെല്ലൂലോ, ബിസ്മി ചെല്ലുന്നതിൻ്റെ മുമ്പ് ഒരു 3 തക്ബീർ, ബിസ്മി ചെല്ലുന്നതിൻ്റെ മുമ്പ് 3 തക്ബീർ. വ സലാസത്തൻ ബഅദഹ, ബിസ്മി ചൊല്ലി കഴിഞ്ഞതിൻ്റെ ശേഷം 3 തക്ബീർ. അങ്ങനെ എന്ത് ചെയ്യുക, അപ്പോൾ 6 തക്ബീറായി. എന്നിട്ട് വയക്കൂല, ഇവൻ പറയലും സുന്നത്താണ്, അല്ലാഹുമ്മ ഹാദിഹി മിങ്ക വ ഇലൈക ഫതഖബ്ബൽ മിന്നി, പടച്ചവനെ ഇത് നിൻ്റെ ഔദാര്യമായ രീതിയിൽ നിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നീ അനുഗ്രഹം തന്നു, ഇത് നിർവഹിക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യം തന്നു, അങ്ങനെ നിർവഹിക്കുന്നു, ഇത് നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, നീ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്ന ഒരു ദുആ ഉണ്ട്. അത് ഇത് നിർവഹിക്കുന്നവർ പറയണം എന്നുള്ളത് സുന്നത്താണ്, അങ്ങനെ പറയൽ. അടുത്തത് അൽ അഖീഖത്തു, അഖീഖ നിർവഹണം. ഒരു കുട്ടി ജനിച്ചാൽ നിർവഹിക്കേണ്ട, റബ്ബ് തആല നമുക്ക് തന്ന
ഔദാര്യം, ദാനം, അതിന് നന്ദിയായിട്ട് നാം നിർവഹിക്കേണ്ട ഒരു ഒരു ബലിയാണ്, ഒരറവാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. അൽ അഖീഖത്തു മാ യുദ്ബഹു അനിൽ മൗലൂദി. ഒരു സന്താനം ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ അറക്കപ്പെടുന്നതിനാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. ഇൽഹാറൻ ലിൽ ബിശ്രി വ നഷ്റൻ ലിൻ നസബി. സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയും അതേപോലെ പരമ്പരയെ പരസ്യപ്പെടുത്താൻ വേണ്ടിയും. സന്തോഷം പ്രകടിപ്പിക്കുക. നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് പ്രകടിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു പരമ്പരയുടെ നിലനിൽപ്പാണല്ലോ ഒരു സന്താന ജനനത്തിലൂടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു പരമ്പര ഈ കുട്ടിയിലൂടെ അങ്ങനെയാണ് തുടങ്ങുകയാണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്നൊരു പ്രകടിപ്പിക്കലും അതിനൊരു പരസ്യപ്പെടുത്തലും വരും. ഇങ്ങനെ ഒരു അറവൊക്കെ നടക്കുമ്പോൾ, അവൻ അറവ് നടക്കുമ്പോൾ എന്താ ഇത് അറവ്? അതൊരു കുട്ടി ജനിച്ചതിൻ്റെയാണ്. അപ്പോൾ അതൊരു പരസ്യപ്പെടുത്തലായി. വഹിയ അഖീഖത്ത് എന്ന് പറയണത് സുന്നത്തും മുഅക്കദത്തുൻ, അതിശക്തമായ സുന്നത്താണ്. ശക്തമായ സുന്നത്താണ് അഖീഖത്ത് എന്ന് പറയുന്നത്. ലിൽ വാലിദി, കുട്ടിക്ക് സുന്നത്തല്ല, പിതാവിന് സുന്നത്താണ്. അൻ വലദിഹി, കുട്ടിയുടെ പേരിൽ. ഒരു പിതാവിന് അവന് കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ ഇത് നിർവഹിക്കൽ ശക്തമായ സുന്നത്താണ്. ഇൻ ഐസറ ബിഹ വഖ്തൻ നിഫാസി, ഈ കുട്ടിയുടെ മാതാവിൻ്റെ പ്രസവരക്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത് നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ പിതാവിന് ഉണ്ടെങ്കിൽ. പ്രസവരക്തത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച അവിടെ മുതൽ 60 ദിവസമാണ്. അപ്പോൾ പ്രസവത്തിൻ്റെ അവിടെ നിന്ന് 60 ദിവസം അത് തീരുന്നതിൻ്റെ മുമ്പ് ഇവന് ഇങ്ങനെ ഒരു മൃഗത്തെ നിർവഹിക്കാനുള്ള, അറുക്കാനുള്ള, അഖീഖത്ത് നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകണം. അങ്ങനെ സാമ്പത്തിക ശേഷി ഉണ്ടായില്ലെങ്കിലോ? ഇല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫലാ യുത്ലബു മിൻഹുൽ അഖ്ഖു എന്ന് കാണാം. അവിടെ അവന് അഖീഖത്ത് നിർവഹിക്കൽ സുന്നത്തില്ല. വഖ്തുഹ, ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് മിനൽ വിലാദത്തി, പ്രസവം മുതൽ ഇലൽ ബുലൂഗി, പ്രായപൂർത്തി വരെയാണ്. കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഈ പിതാവിന് ഇത് സുന്നത്താകുന്നത്. ഫൈദ ബലഗ, പ്രായപൂർത്തിയിലേക്ക് കുട്ടി എത്തിയാൽ സഖത്ത ത്വലബു അൻ ഗൈരിഹി. അപ്പം ഈ കുട്ടിയല്ലാത്ത മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ പിതാവ്, അയാൾക്കുള്ള സുന്നത്ത് അവിടെ അവസാനിച്ചു. പ്രായപൂർത്തിയായിട്ടും ഇത് നിർവഹിച്ചിട്ടില്ല, പിതാവ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിതാവിന് പിന്നെ അവിടെ സുന്നത്തില്ല. വസുന്നലഹു, എന്നാൽ ഈ കുട്ടിയാകുന്ന ആൾക്ക് സുന്നത്താണ് അൻ യഉക്ക അൻ നഫ്സിഹി, അവൻ്റെ സ്വന്തം പേരിൽ അവൻ അഖീഖത്ത് അറുക്കാം, നിർവഹിക്കാം. ഒരാൾ ജനിച്ച് പ്രായപൂർത്തി എത്തുന്നത് വരെ അതിൻ്റെ മുമ്പേ പിതാവ് നിർവഹിച്ചിട്ടില്ല. അപ്പോൾ പിതാവിന് പിന്നെ സുന്നത്തില്ല. അപ്പോൾ സ്വയം ഈ വ്യക്തിക്ക് സുന്നത്താണ്, ചെയ്യാവുന്നതാണ് അഖീഖത്ത്. വഹിയ, ഈ അഖീഖത്ത് എന്നുള്ളത് കൽ ഉലഹിയത്തി ഫിൽ അഹ്കാമി, വിധിവിലക്കുകളിൽ ഉലഹിയത്ത് പോലെ തന്നെയാണ് അഖീഖത്ത്. ഉലഹിയത്തിൻ്റെ നിയമങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ബാധകമാകുന്നത്. ഇല്ല അന്നഹ ലാ യജിബു തസദ്ദുഖു മിൻഹാ ബിശൈഇൻ നീഅൻ, ചെറിയ 1-2 വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നിന്ന് പച്ചമാംസമായിട്ട് കുറച്ച് സ്വതക്ക കൊടുക്കൽ നിർബന്ധം എന്നത് ഇല്ല. അത് ഉലഹിയത്തിനുണ്ടായിരുന്നു. കുറച്ച് പച്ചമാംസമായിട്ട് ഒരു പറയപ്പെടാവുന്ന ഒരളവ് കൊടുക്കണം. ഇവിടെ അതില്ല. വലാ തതഖയ്യദു ബി വഖ്തിൻ, ഒരു സമയം കൊണ്ട് ഇത് നിർണിതവുമല്ല. മറ്റത് അങ്ങനെയല്ലല്ലോ. മറ്റത് ഒരു വർഷത്തിലെ 4 ദിവസം മാത്രം ആ സമയത്ത് നിർവഹിക്കേണ്ടതാണ്. ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് ഏത് സമയത്തും നിർവഹിക്കാവുന്നതാണ്.
ഇപ്പം മേൽ പറഞ്ഞതുപോലെ. ഒമായു പിന്നെ വേറൊരു വ്യത്യാസം, ഒമായുഹുദ മിൻഹാലിൽ ഗനിയി എംലിക്കുഹു. ഒരു പണക്കാരന് ഉലഹിയത്ത് ഹദിയായിട്ട് കിട്ടി, അല്ല അക്കീക്കത്ത് ഉലഹിയത്താണ് ഒരു പണക്കാരന് കിട്ടിയതെങ്കിൽ, ഉലഹിയത്തിൻ്റെ മാംസം പണക്കാരന് കിട്ടിയാൽ നമ്മൾ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞു, അത് അവന് സ്വന്തം കഴിക്കുക, ആരെങ്കിലുമൊക്കെ സൽക്കരിക്കുക എന്നതല്ലാതെ അവനതിൽ ഉടമസ്ഥതാവകാശം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് അവന് ആർക്കെങ്കിലുമൊക്കെ വിറ്റ് പൈസയാക്കുക, അത് പറ്റൂല. എന്നാൽ അക്കീക്കത്തിൻ്റെ അവിടെ അങ്ങനെയല്ല. ഒരു പണക്കാരന് ഇത് കിട്ടിയാൽ അതിൻ്റെ ഉടമസ്ഥത അവന് വരും. അവ വേണമെങ്കിൽ അവൻ അത് വിൽക്കാം, വിരോധമില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. അടുത്തത് സുനനുൽ അക്കീക്കത്തി, ഈ അക്കീക്ക നിർവഹണത്തിൻ്റെ സുന്നത്തുകൾ. അൻ യഉക്ക അനി ദക്കരീബി ഷാത്തൈനി, ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ 2 ആടിനെ അക്കീക്കത്ത് നിർവഹിക്കുക. വ അനിൽ ഉൻസാബി ഷാത്തിൻ, പെണ്ണാണ് ജനിച്ചതെങ്കിൽ 1 ആട് അക്കീക്കത്ത് നിർവഹിക്കുക. അത് സുന്നത്താണ്. ഏത് കുട്ടിയാണെങ്കിലും 1 ആട് എന്നതല്ല, സുന്നത്ത് ഇങ്ങനെയാണ്. ആണാകും ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, അങ്ങനെ നിർവഹിക്കുക. പിന്നെ ഇപ്പം ഏത് കുട്ടി ജനിച്ചാലും ഏറ്റവും അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു സുന്നത്ത് കിട്ടാൻ 1 ആട് അറുത്താൽ മതി. ആൺകുട്ടിയാവാനും പെൺകുട്ടിയായാലും ഒക്കെ ശരി, 1 ആട് അറുത്താൽ മതി. അല്ലെങ്കിൽ ഒട്ടകം, മാട്, അതിൽ ഷെയർ ചേർന്ന് അതിൻ്റെ 1/7 നിർവഹിച്ചാലും മതി. ഒരു മാടിൻ്റെ, ഒരു പോത്തോ കാളയോ അങ്ങനെയുള്ള മൃഗത്തിൻ്റെ 1/7 നമ്മൾ ഷെയർ ചേർന്നു ഒരു കുട്ടിക്ക് വേണ്ടി, എന്നാലും മതി. അത് ഉലഹിയത്തായിട്ട് വേറെ ആൾക്കാർ നിർവഹിക്കുമ്പോൾ അതിൽ നമ്മൾ ഷെയർ ചേർന്നിട്ട് ഒരു ഷെയർ ഒരു കുട്ടിക്ക് വേണ്ടി അക്കീക്കത്തായിട്ട് നിർവഹിച്ചാലും മതി. വലിയ പെരുന്നാളിൻ്റെ ഉലഹിയത്ത് നടക്കുമ്പോൾ അതിൽ ഷെയർ ചേർന്ന് നിർവഹിക്കാം. പൂർണ്ണതയിൽ ഏറ്റവും താഴെ പറയാനുള്ളത്, ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ഇനി പിന്നെ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമൊക്കെ അടിക്കുറിപ്പിൽ കാണാം. ഏറ്റവും ശ്രേഷ്ഠമായ രൂപമെന്ന് പറയുന്നത് 7 ആട് നിർവഹിക്കുക ഒരു കുട്ടിക്ക്. 7 ആട്. 2ാം സ്ഥാനത്ത് ഒരു ഒട്ടകം, 3ാം സ്ഥാനത്ത് ഒരു മാട്, അടുത്ത സ്ഥാനം നെയ്യാട്, പിന്നീട് കോലാട്, പിന്നീട് ഒട്ടകത്തിൻ്റെ 1/7, പിന്നീട് മാടിലെ 1/7, അങ്ങനെയൊക്കെയാണ്. അൻയത്തിയാബി ആദാബി ദബഹി ജമീഇഹ, അറവിൻ്റെ മര്യാദകളും അദബുകളെല്ലാം നിർവഹിക്കുക, അതനുസരിച്ച് അറവ് നടത്തുക. ഹഖീഖത്ത്. അൻയക്കൂല ഇന്ദ ദബഹി, അറുക്കുന്ന സമയത്ത് ഇവൻ പറയുക, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ലക്ക വ ഇലൈക്ക, അല്ലാഹുമ്മ ഹാദിഹി ഹഖീഖത്തു ഫുലാൻ എന്ന് പറയുക. അതൊരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. ഹഖീഖത്തു ഫുലാൻ എന്ന് പറഞ്ഞാൽ, ഫുലാൻ എന്ന് ഇന്ന കുട്ടിയുടെ ഹഖീഖത്താണെന്ന്. ഇന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ ഹഖീഖത്ത് അറവ് നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് കുട്ടിക്ക് പേരിട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ കുട്ടിയുടെ പേരാണ് അവിടെ ചേർക്കേണ്ടത്. അടുത്തത് അൻ യദ്ബഹഹ ഇന്ദ തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അറവ് നിർവഹിക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ അറവ് നിർവഹിക്കുക. സാബിയ വിലാദത്തിഹി, കുട്ടി ജനിച്ചിട്ട് 7ാമത്തെ ദിവസം. ബഅദ തസ്മിയത്തിഹി വഖബല ഹൽഖിഹി, 3 കാര്യങ്ങളാണ് 7ാമത്തെ ദിവസം സുന്നത്തുള്ളത്. അതിൽ ഒന്ന് പേരിടലാണ്, പിന്നെ മറ്റൊന്ന് അറവാണ്, പിന്നെ മറ്റൊന്ന് മുടി കളയലാണ്. അപ്പം അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്: ആദ്യം പേരിടുക, പിന്നീട് അറുക്കുക, പിന്നീട് മുടി കളയുക. അപ്പം മുടികളയലിൻ്റെയും പേരിടലിൻ്റെയും ഇടയിലാണ് അറവ് നടക്കുന്നത്. അങ്ങനെ ചെയ്യലാണ് സുന്നത്ത്. അപ്പോൾ ഒരാൾ 7ാമത്തെ ദിവസം മൃഗം അറവ് നടത്തുന്നില്ലെങ്കിലോ
എങ്കിൽ പിന്നെ അവനോട് പറയുന്നു 14-ാമത്തെ ദിവസം, അന്നും ചെയ്യുന്നില്ലെങ്കിൽ 21-ാമത്തെ ദിവസം, അന്നും ചെയ്യുന്നില്ലെങ്കിൽ 28-ാമത്തെ ദിവസം, പിന്നെ അന്നില്ലെങ്കിൽ 35-ാമത്തെ ദിവസം, അങ്ങനെ ആഴ്ച ഓരോരോ ആഴ്ച മേലോട്ട് മേലോട്ട് പോയിട്ട് ചെയ്യൽ നല്ലതാണ്. അങ്ങനെ ഒരു സുന്നത്താണ്. ഇനി പ്രായപൂർത്തി എത്തണത് വരെ ഏത് സമയത്താണെങ്കിലും അത് നിർവഹിക്കുകയും ചെയ്യാം. ഈ അറവ് അല്ല യുക്കസിറ അൽമഹ ഖദറൽ ഇംകാനി, സാധിക്കുന്ന അത്രയും ഈ മൃഗത്തിൻ്റെ എല്ല് പൊട്ടിക്കാതിരിക്കൽ സുന്നത്താണ്. പരമാവധി എല്ല് പൊട്ടിക്കാതിരിക്കുക മൃഗത്തിൻ്റെ, അത് സുന്നത്താണ്. അൻ യുഅ്തിയൽ കാബിലത അർജിലൽ യുംന നീഅത്തൻ, ആ മൃഗത്തിൻ്റെ വലത്തെ കാല് പച്ചയായിട്ട് വേവിക്കാതെ വയറ്റാട്ടിക്ക് കൊടുക്കൽ സുന്നത്താണ്. പ്രസവം നടത്തിയ പെണ്ണുണ്ടല്ലോ, അവർക്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അൻ യതസദ്ദഖ ബില്ലഹമി മത്ബൂഖൻ ബിഹുൽവിൻ, പിന്നൊരു സുന്നത്താണ് മധുരം ചേർത്ത് വേവിച്ച് ഇതിൻ്റെ മാംസം സ്വതക്ക കൊടുക്കുക. മാംസം സ്വതക്ക കൊടുക്കണം. അത് അഖീഖത്ത് വാജിബാണ്. വല്ല നേർച്ചയാക്കിയ അഖീഖത്താണെങ്കിൽ അതിൻ്റെ മുഴുവനും മാംസം എന്ത് കൊടുക്കണം? സ്വതക്ക കൊടുക്കണം. ഒട്ടും ഇവർക്ക് എടുക്കാൻ പറ്റൂല, നിർവഹിച്ചവർക്ക്. സുന്നത്താണെങ്കിലോ ബറക്കത്തിന് കുറച്ചെടുക്കാം, ബാക്കിയുള്ളത് സ്വതക്ക കൊടുക്കണം. അഖീഖത്ത് സുന്നത്താണെങ്കിൽ, നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ വേറൊരു കാര്യമാണ്, ഇത് കറിയാക്കിയിട്ട് കൊടുക്കലാണ് സുന്നത്ത്. അല്ലാതെ പച്ച മാംസമല്ല, കറിയാക്കി കൊടുക്കൽ പ്രത്യേക സുന്നത്താണെന്ന്. പച്ച മാംസം കൊടുത്താലും മതി. കറി മൊത്തം നമ്മൾ മൃഗം അറുത്തിട്ട് ആ മൃഗത്തിൻ്റെ ഇറച്ചി ഇവിടെ നമ്മളൊരു വീട്ടിൽ പാചകം ചെയ്യുക, ഇറച്ചിക്കറി ആക്കുക, എന്നിട്ട് അത് കൊടുക്കുക, കറി കൊടുക്കുക. അതിൽ ആ കറിയിൽ കുറച്ച് മധുരം ചേർക്കുക. ഒരു മധുരമുള്ള ഒരു നല്ല ശൈലിയിലുള്ള സ്വഭാവം ഈ കുട്ടിക്ക് വരിക എന്നുള്ള ചില നല്ല ലക്ഷ്യങ്ങളൊക്കെ അതിലുണ്ട്. അങ്ങനെയാണ്. അടുത്തത് അയുർസിലഹു ഇലൽ ഫുഖറാഇ, പാവപ്പെട്ട ആൾക്കാരിലേക്ക് അത് കൊടുത്തയക്കുക. മാ മറത്തിഹി, അതിൻ്റെ കറിയോട് കൂടെ. അതായത് ഈ ഇറച്ചിയും അതിൻ്റെ കറി ഒക്കെ ഉണ്ടല്ലോ, അത് ആൾക്കാരിലേക്ക് അങ്ങോട്ട് കൊടുത്തയക്കുക. അല്ലാതെ ഇവിടെ കറി ഉണ്ടാക്കിയിട്ട് ഇവിടെ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുകയല്ല. ആൾക്കാരിലേക്ക് അങ്ങോട്ട് കൊടുത്തയക്കാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സൽക്കാരമാക്കി മാറ്റുക വീട്ടിൽ, എന്നിട്ട് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ട് ഈ കറി ഉപയോഗിച്ച് ഇവിടെ സൽക്കരിക്കുക. ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നല്ല സുന്നത്തായ രൂപം അത് ആളുകളിലേക്ക് കൊടുത്തയക്കലാണ് സുന്നത്തായ രൂപം എന്നാണ്. തഖബ്ബലല്ലാഹ്.